ഹായ് ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാനലിൽ നമ്മൾ ഒത്തിരി ജോബിൻ്റെ വാക്കൻസീസ് പരിചയപ്പെടുത്താറുണ്ട്. അർജൻറ്റായിട്ട് വരുന്ന വാക്കൻസീസ് ആണ്. അതിൽ ഗവൺമെൻറ് ജോബ്സ്, പ്രൈവറ്റ് ജോബ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി വാക്കൻസീസ് നമ്മൾ ഈ ഒരു ചാനലിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റാന്ന് തോന്നുന്ന ആ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് +2 മാത്രം യോഗ്യത ആവശ്യമുള്ള ഒരു ജോബിൻ്റെ വാക്കൻസിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് വേറൊന്നുമല്ല, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ +2 ആണ് ക്വാളിഫിക്കേഷനും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതും മറ്റുള്ള ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ വിശദമായിട്ട് കാണാം. അപ്പോൾ അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് വന്നിരിക്കുന്നത് മൈസൂർ സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണ് ഈ ഒരു വാക്കൻസി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ ലിങ്ക് ഇവിടെ കാണിച്ചിരിക്കുന്നതാണ്. ഈ ഒരു ലിങ്ക് നിങ്ങൾ അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ 2 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഭാഗമാണ്. ഫുൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് ന്യൂ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഫുൾ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 7-ാം തീയതിയാണ്. ക്ലോസിംഗ് ഡേറ്റ് വന്നിട്ട് മെയ് 7-ാം തീയതിയാണ് ക്ലോസിംഗ് ഡേറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ നമുക്ക് പോസ്റ്റിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വരുന്ന സ്റ്റെപ്പ് വന്നിട്ട് എക്സാം തന്നെയാണ്. റിട്ടൺ എക്സാം ഉണ്ട്. ആ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് വേണ്ട അഡ്മിറ്റ് കാർഡും മറ്റും കിട്ടുന്നത് ജൂൺ ജൂലൈ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് ഇവർ പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ എന്നാണ്. അതൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് എത്ര പോസ്റ്റുകൾ ഉണ്ടെന്നുള്ളത് നോക്കാം. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് 4 പോസ്റ്റുകളാണ്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് സെക്ഷൻ വൈസ് ആയിട്ട് അതിൻ്റെ റിസർവേഷനും അതുപോലെ തന്നെ ആ കാറ്റഗറി വൈസ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേ സ്കെയിലും അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫുള്ളായിട്ട് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പോസ്റ്റിലോട്ട് വേണ്ട എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. +2 ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും വേണമെന്ന് 2 മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2 പോസ്റ്റിലും ഇത് തന്നെയാണ് ക്വാളിഫിക്കേഷൻ ഇവർ വെച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ത്രൂ തന്നെയാണ്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ കാണുന്ന നേരത്തെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യണതിൻ്റെ തൊട്ടടിയിൽ തന്നെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. സോ അതിൻ്റെ അകത്ത് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും മറ്റും അപ്ലോഡ് ചെയ്യണം. അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി സെലക്ഷൻ പ്രൊസീജിയറിലോട്ട് വരുവാണെങ്കിൽ ടൈപ്പ് 1 ടൈപ്പ് 2 എന്ന് പറഞ്ഞിട്ട് 2 എക്സാമാണ് വരുന്നത്. അപ്പോൾ അതിലുള്ള സിലബസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. 200 ക്വസ്റ്റ്യൻ്റെ എക്സാമാണ് വരുന്നത്. അതിലൊന്നാമത്തെ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റാണ് പേപ്പർ 1 വരുന്നത്. അതിൽ ആ ഒരു മാർക്കിൻ്റെ കട്ട് ഓഫ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രണ്ടാമത്തെ പേപ്പർ 2 അവർ നോക്കുന്നത് കേട്ടോ. അപ്പോൾ പേപ്പർ 2 വരുന്നത് ജനറൽ അവെയർനെസ്സും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റും കൂടി ഉണ്ട്. അതും കൂടെ പാസ്സായതിനു ശേഷം ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിനായിരിക്കും ഇവർ റിക്രൂട്ട് ചെയ്യുന്നത്. ഇനി സ്റ്റെനോഗ്രാഫറിൻ്റെ പോസ്റ്റ് ആണെങ്കിൽ അതിൽ വരുന്നുണ്ട് കോമ്പറ്റേറ്റീവ് റിട്ടൺ എക്സാം, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവെയർനെസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. ഇത്രയും സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ് രണ്ടാമത്തെ പോസ്റ്റിൽ വരുന്നത്. ഇനി ഈ ഇതിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ആ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്ത് അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക. ശേഷം ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കണം. 500 രൂപയാണ് ഫീ വരുന്നത്. കാറ്റഗറി വൈസ് ആയിട്ട് ഫീക്ക് ഇളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റും കൂടെ നടത്തിയതിന് ശേഷമായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നത്. അതിനുശേഷം ഹോൾ ടിക്കറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ സൈറ്റിൽ തന്നെ എന്നാണ് വരുന്നതെന്നുള്ളതൊക്കെ അറിയിക്കും. അതിനുശേഷം എക്സാമിന് അപ്പിയർ ചെയ്യുക. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിനായിരിക്കും ഇൻ്റർവ്യൂ വരുന്നത്.
അപ്പോൾ ഇത്രയാണ്. താല്പര്യമുള്ളവർ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ. നല്ല പേ സ്കെയിലുള്ള ജോബാണ്. മൈസൂരത്തെ ആ ഒരു ഫുഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ ഒരു ഒഴിവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോബിൻ്റെ വാക്കൻസിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.